ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, മെർലിൻ തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷ്യമാണ്. പെട്ടെന്ന് ആ ആൾക്കാർ ആ സാക്ഷ്യം കൂടുന്നുണ്ട്. 37,000 അപ്പോൾ ഈ മെർലിൻ പറയണത്, ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തതാണ്, പക്ഷെ വർക്കൗട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ 22 മറ്റേ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ 29 ഉടമ്പടി എടുത്തതെന്ന് പറയുമ്പോൾ ആ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞ് ഞങ്ങളെ ഡെൻഡലിലായിരുന്നു. പിന്നീട് ഈ നാട്ടുകാരാണേ, ചേർത്തലക്കാരാ. പക്ഷെ അവർ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഉടമ്പടി എടുത്തെങ്കിലും ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല, പിന്നെ എന്താണ് കുടുംബ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ? അത് നിങ്ങളെ ശ്വസിച്ചു എന്ന് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. നിങ്ങൾ ശ്വസിച്ചില്ല, നിങ്ങൾ ചത്തുപോയനോ. കുർബാന മുടക്കിയിട്ടില്ല, കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ബൈബിൾ വായിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആത്മീയ ജീവിതം ശ്വസിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആരോഗ്യം വേറെയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. മറ്റത് ശ്വാസോച്ഛ്വാസത്തിനാണ് ഈ കുർബാനയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോഴേ ഇവർ പറയണത്, അത് ഉടമ്പടിയിൽ അതുണ്ട്, അത് ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ബലം പ്രാപിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കണ്ടന്റ് വേറെയാണ്. നിങ്ങൾ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണത്? കുർബാന മുടക്കരുത്, പിന്നെന്താ ചെയ്തിരിക്കണത്? കുടുംബ പ്രാർത്ഥന മുടക്കരുത്, പിന്നെന്താണ്? ബൈബിൾ വായിക്കണം. അതിപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണമല്ലോ. ഒരു കത്തോലിക്ക മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണം. മറ്റ് ഡിനോമിനേഷൻ ഉള്ളവർ അവരുടെ രീതിയിലുള്ള സഭയിൽ അവരുടെ നിയമം അനുസരിച്ച്, ആ സഭയുടെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണത്. അപ്പോഴേ അത് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിൽ എക്സ്ട്രാ വന്നിരിക്കണത് എന്താ? കാരുണ്യ പ്രവൃത്തി. പിന്നെ അത് വന്നിരിക്കണത് എന്താണ്? ഈ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതും പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതും. ഇപ്പം കാരുണ്യ പ്രവൃത്തി പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ, വിശ്വാസ കൈമാറ്റം എന്തിനു വന്നിരിക്കുന്നതാണ്? അത് ബലം പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം മെർലിൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ കുർബാന മുടക്കണില്ലായിരുന്നു, അതുപോലെ തന്നെ ബൈബിൾ വായന മുടക്കിയിട്ടില്ല, ഞങ്ങൾ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്തിട്ടില്ല. അവസാനം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാതെ വന്നതെന്നാണ് അവർ പറയണത്. അവർ ഉടമ്പടി എടുക്കാതെ കൊണ്ടാണ് അവർ ചെയ്യുക. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ സാമ്പിൾ എടുക്കുമല്ല. ഞാൻ പണ്ട് ജയിലിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 12:30 മണിയായിരുന്നു. അപ്പോൾ ജയിലിലെ ഒരു സൂപ്രണ്ടാണ്, അങ്ങനെ DSP റാങ്കിലുള്ള ആളാണെന്ന് തോന്നണം. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലീസുകാർ സാമ്പാറും സദ്യയും കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അയാൾ ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ തന്നെ പല പല പാത്രങ്ങളില്ലേ, കറികളൊക്കെ അല്ല, അതിൽ നിന്നെല്ലാം അയാൾ ഓരോ നുള്ളിലെടുത്തിട്ട് തിന്നും. എന്നിട്ട് അയാൾ അടുത്ത പോലീസുകാരന് കൊടുക്കും, അയാൾ കൊണ്ട് പ്രതികൾക്ക് കൊടുക്കും. ഇയാൾ കഴിക്കാതെ കൊടുക്കത്തില്ല. കാര്യം ഇതിൻ്റെ വിഷമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ജയിലിൽ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 12 പാത്രം കൊണ്ടുവന്ന്, 12 പ്രതികൾ കിടപ്പുണ്ട് ജയിലിൽ. 12 പാത്രം കൊണ്ടുവന്നിട്ട് ഈ SP-ക്ക് കൊടുക്കും. അദ്ദേഹം അവിടെ നിന്ന് അത് കഴിക്കും. അതിങ്ങനെ ഓരോ നുള്ളെടുത്ത് കഴിക്കണത്, എല്ലാത്തിൽ നിന്നും എടുക്കും അയാൾ. അപ്പം ഞാനിവിടെ ഇരിപ്പുണ്ട്, ഈ കാഴ്ചയും കണ്ടുണ്ട്. ഇതുപോലെ സാമ്പിൾ കഴിക്കണ അദ്ദേഹം. നിങ്ങൾ ഉടമ്പടിയുടെ സാമ്പിൾ എടുക്കുന്ന പല ആൾക്കാരും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി സാമ്പിള്. അപ്പം ദൈവത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം.
മെർലിന് സംഭവിച്ച കാര്യം, മെർലിൻ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഉപയോഗിക്കുന്നു. കാരുണ്യപ്രവൃത്തി ഇല്ല, എവാഞ്ചലൈസേഷൻ ഇല്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത്തിരി കഷ്ടപ്പെട്ട പണികളാണ്. അപ്പം അതെന്തുകൊണ്ട് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ജപമാല കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, വചന വായനയുണ്ട്. അപ്പം ശ്വാസോച്ഛ്വാസമുണ്ട്, അത്രേ ഉള്ളു കാര്യങ്ങൾ. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തു ചെയ്യും? പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമ്മൾ ഈ കാരുണ്യപ്രവൃത്തി പ്രതിരോധമാണ് ഉച്ചരിക്കുന്നത്. പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമുക്ക് സെക്യൂരിറ്റി പോകും. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ വേറെ അണുക്കൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ തന്നെ പ്രതിരോധ അണുക്കളുണ്ടല്ലോ, അതിനെ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പോൾ അത് കാരുണ്യപ്രവൃത്തി അതിൻ്റെ അകത്തുള്ളത്. അപ്പം കാരുണ്യപ്രവൃത്തിയുടെ പ്രതിരോധം ഇല്ലാഞ്ഞ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വെൽ ടു ഡു ഫാമിലി ആയിരിക്കുന്ന ആളുകളുടെ ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ട്രേഡും കരിയറും അനുസരിച്ചുള്ള പ്രൊഫഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഇൻ ദി എയറാണ്. ഒരു പിടിയും ഇല്ലാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പം തടി പോലെ പറന്ന് നടക്കും. അപ്പോൾ സംഗതി ജോലി നഷ്ടപ്പെട്ട് കുടുംബം അപ്പടെ കുളമായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത്? രണ്ടുപേരും നാട്ടിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു, നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് അവർ കാരിങ്ങുമായി, അവർ ഗർഭിണിയുമായി. പിന്നെ ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ടു. പണ്ട് ജോലി ചെയ്ത കാശ് കൊണ്ട് അത്യാവശ്യം അരിവയും മേടിച്ച് പോവുകയാണ്. ജീവിതം ഇങ്ങനെ നേരെ താഴേക്ക് വന്നില്ലേ. അപ്പോഴെന്ത് അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കാൻ പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞ് നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അവർ വന്ന് ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി ക്ലാസ്സെല്ലാം കൂടി ഉടമ്പടി പുതുക്കി. ഇപ്പോൾ അവർക്ക് സമയമുണ്ട്. ഈ വിദേശ രാജ്യത്തുള്ളൊരു കുഴപ്പമെന്ന് പറയണത്, ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എവിടെയാണോ ഷാർജയിൽ ധരിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവർ എന്നോട് പറയാണ്, ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് 1 മാസമായിരുന്നു. നമുക്കതിന് അത്ഭുതമില്ല. അവർ തമ്മിൽ നേരിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവർ തമ്മിൽ എന്താ കാര്യം? ഭാര്യയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇയാൾക്ക് ഡേ ഷിഫ്റ്റാണ്. ഇയാൾ വരുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഭാര്യ പോകും, ഭാര്യ വരണതിന് 1 മണിക്കൂർ മുമ്പ് ഇയാൾ പോകും. അതന്നെ അവസ്ഥ വരണത്. അപ്പം അങ്ങനെ തമ്മിൽ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ സ്വാഹ. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇപ്പം അതെല്ലാം മാറി ഇവർക്ക് ഇപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് ഒരു കുഞ്ഞൊക്കെ ഉള്ള കാരണം ഒരിടത്തും പോണില്ല. പിന്നെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ അപ്പനമ്മയും പറഞ്ഞ്, നിങ്ങളിനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും വന്ന് ഉടമ്പടി ആത്മാർത്ഥമായിട്ട്, ഇവർ രണ്ടുപേരും ബേസിക്കായിട്ട് നല്ല കക്ഷികളാണ്. അവർക്കങ്ങനെ വീണ് പോയാൽ പിന്നെ ഒത്തിരി തിരിച്ച് നടക്കേണ്ട കാര്യമില്ല. അവരെ ബേസിക്കായിട്ട് ഒരു കാത്തലിക് സ്പിരിറ്റുള്ള ആൾക്കാരെ കാരണം വീണ് കഴിഞ്ഞാൽ അവർക്ക് അല്പം നടക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിലെത്തും. ചെറുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണിക്കൂറോളം കിലോമീറ്ററോളം നടന്ന് തിരിച്ച് നടക്കേണ്ടി വരും. ഇതങ്ങനെ അത്രയില്ല. അവർ വന്നു, അവർ ക്ലാസ്സെല്ലാം കേട്ടു. ക്ലാസ്സെല്ലാം കേട്ട് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇവാഞ്ചലൈസേഷനാണ് എക്സ്ട്രാ ഉള്ളത്. തങ്ങളത് ചെയ്തിട്ടില്ല. വിശ്വാസ കൈമാറ്റമാണ് എക്സ്ട്രാ ഉള്ളത്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്. തങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ തങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം ഓടിത്തിരിയോ, ഒന്ന് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. തന്നിൽ ഒന്നേ ഉള്ളു. ചിലരെന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തെന്ന് വരുത്തി തീർക്കും, ചെയ്തതും ചെയ്യാത്തതും ചെയ്ത ഒരുപോലെയാകും. അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പം അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കണ ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടി ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ് ഉടമ്പടി. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ജബിൻ, ഇതെൻ്റെ അനിയനാണ് നിതിൻ. ഞങ്ങൾ പാലക്കാട് രൂപതയിലെ കാഞ്ഞിരപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു.
എനിക്കിവിടെ 2 കാര്യങ്ങളാണ് സാക്ഷ്യപ്പെടുത്താനുള്ളത്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2025 ജനുവരി 7-ാം തീയതിയാണ്. ഞങ്ങൾ അതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് കൃപാസനത്തെക്കുറിച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് ഉടമ്പടി എടുക്കാനോ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനോ ഞങ്ങൾക്ക് പറ്റിയില്ല. ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവിടെയുള്ളൊരു ചേച്ചിയാണ് എനിക്ക് ഉടമ്പടിയുടെ കാര്യങ്ങളും പ്രാധാന്യവും പറഞ്ഞു തന്ന് ഞങ്ങളങ്ങനെ ജനുവരി 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്, ഞാൻ കുറച്ച് കാലമായിട്ട് ജർമ്മനി പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എക്സാമൊക്കെ പാസ്സായി, പക്ഷേ ഇൻ്റർവ്യൂ കിട്ടാനും അങ്ങനെ അത് പാസ്സാവാനും കുറച്ച് സമയം എടുത്തിരിക്കുമായിരുന്നു. അങ്ങനെ ഞാനത് ഇവിടെ വന്ന് ആദ്യത്തെ നിയോഗമായി എഴുതി ഉടമ്പടി എടുത്തു. ആദ്യത്തെ 90 ദിവസം ഈ ഒന്നാമത്തെ നിയോഗത്തിൻ്റെ മേലധികം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും, അതുപോലെ നീ അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്കൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, FSJക്ക് ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ FSJ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു വോളണ്ടിയർ പ്രോഗ്രാം പോലെയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എഴുതിയിട്ടത് എനിക്ക് നേഴ്സിങ്ങിന് പോകണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നി അത് വേണ്ടാന്ന്. പിന്നെ എൻ്റെ കുറച്ച് ടീച്ചർമാരും ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, പിന്നെ ഞാനതങ്ങനെ എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞാനത് എടുത്തു. അതെടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസും എനിക്ക് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്തു. ഞാനത് കഴിഞ്ഞിട്ട് ഏജൻസിയിൽ പറഞ്ഞു, ഇത് കിട്ടും, കുഴപ്പമില്ല, ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ടൊന്നും വരുന്നില്ല. അങ്ങനെ ചില സമയത്ത് ഞാൻ ഈ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചിലപ്പോൾ കുറച്ച് നേരം കൂടി കിടക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എനിക്കൊരു സ്വപ്നത്തിൽ ഇങ്ങനെ, നിനക്കിത് ഇല്ല, എൻ്റെ ഏജൻസി എന്നോട് പറയുകയാണ്, നീ ഇതിലില്ല, നിൻ്റെ പേര് മാത്രം ഇതിലില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്കിതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഏജൻസിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ജെബിൻ്റെ പേരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏജൻസി പറയാനില്ല, ജെബിൻ അതിലില്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ മെയിലും വന്നു, എനിക്കത് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കൗൺസിലിങ്ങിന് വേണ്ടി ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ ചോദിച്ചു, എന്താ ഇനി പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ ഏജൻസി മാറണമെങ്കിൽ ഞാൻ മാറാം, ഞാൻ എല്ലാത്തിനും ആൻസർ പറഞ്ഞായിരുന്നു, കിട്ടാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഷെയ്ക്കാൻ്റെ തരണമല്ലോ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഏതിലൊരു സംഖ്യ മനസ്സിൽ വിചാരിക്ക്, പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു സംഖ്യ വിചാരിച്ചു, ഞാൻ 6 വിചാരിച്ചത്. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു 5 or 9 അങ്ങനെ ഇതിലേതിലും ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, 6. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മാറണ്ട, ഈ ഏജൻസി വഴി നിനക്ക് റെഡി ആയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് അച്ഛനെ കാണാൻ വരുമ്പോൾ അവിടുത്തെ മാനേജറിന് ഇന്നൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് എനിക്ക് അച്ഛൻ തിരിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, 1 മാസത്തിനുള്ളിൽ നിനക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ എന്തെങ്കിലും വന്നാൽ നീ എന്നെ വന്ന് കാണണം, ഇനി വന്നില്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് നീ എന്നെ വന്ന് കാണണം, ഈ പേപ്പർ അവിടെ കാണിച്ചാൽ മതി, ഇവിടെ കയറ്റി വിട്ടോളും, ഞാൻ നിനക്ക് വേണ്ടി ഇവിടുന്ന് ഒരു മെസ്സേജ് എടുത്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം കഴിഞ്ഞു, അനക്കങ്ങളൊന്നും വന്നില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ദിവസം ലീവ് എടുത്ത് ഞാനിവിടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അച്ഛനിവിടെ ഇല്ല, അച്ഛനൊരു വിദേശ ധ്യാനത്തിലായിരുന്നു. ഞാനിവിടെ വന്നു, മാതാവിൻ്റെ മുന്നിൽ ഒരു കൊന്തയൊക്കെ ചൊല്ലി കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇവിടുന്ന് പറഞ്ഞായിരുന്നു, ഒരു 20 ദിവസം കഴിഞ്ഞിട്ടേ അച്ഛൻ വരുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അച്ഛനോട് ഇതിലേക്ക് ചേർന്നാൽ മതിയോ എന്ന് ചോദിക്കാൻ വേണ്ടി പിറ്റേ ദിവസം വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് വീണ്ടും മെയിൽ വന്നു, നിനക്ക് വേറൊരു ഇൻ്റർവ്യൂ ഡേറ്റും കൂടി ശരിയായിട്ടുണ്ട്, അപ്പോൾ അതിന് നിനക്ക് ഓഗസ്റ്റ് 14-ാം തീയതി ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കാണണം എന്നാണല്ലോ പറഞ്ഞു, പക്ഷേ അച്ഛനിവിടെ ഇല്ല. അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മയും എൻ്റെ ആൻറ്റിയും എല്ലാവരും കൃപാസനത്തിലോട്ട് കുറേ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനോട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കെന്തോ പെട്ടെന്നൊരു തോന്നൽ തോന്നി. ഞാൻ ഫോണെടുത്ത് കൃപാസനത്തിലോട്ട് വിളിച്ചു. ഒറ്റ റിങ്ങിൽ കോൾ എടുത്തു. ഒരു ഫീമെയിൽ സൗണ്ടായിരുന്നു. കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കിട്ടുന്നതാണ് മാതാവ് പറയണേന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛനെയും കൂടി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. നീ പോന്നോ, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്, നീ അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ എടുത്ത് പോന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, അച്ഛനെ കണ്ടു, അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 14-ാം തീയതി ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് 1 തൊട്ട് ഞാനും അമ്മയും എൻ്റെ ഒരു ആൻറ്റിയും ഓഗസ്റ്റ് 15 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ ഒരു ഗിഫ്റ്റായിട്ട് എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം അറിയണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓഗസ്റ്റ് 14-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞു. 15-ാം തീയതി രാവിലെ ഞാനിതുപോലെ എനിക്കൊരു എന്തോ ഒരു തോന്നലോ എന്ന് ഞാൻ ഏജൻസിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്, അത് ജെബിൻ്റെ അടുത്ത് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഉള്ള കോൺഫിഡൻസൊക്കെ പോയി. അങ്ങനെ ഒരു രീതിയിൽ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിന്നില്ല, അവർ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അനിയനാണ്, ഇവൻ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തപ്പോൾ എഴുതിയിട്ട ഡേറ്റ് ഓഗസ്റ്റ് 18-ആണ്. ഓഗസ്റ്റ് 18-ാം തീയതി ഒരു തിങ്കളാഴ്ചയായിരുന്നു. ആ തിങ്കളാഴ്ച ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മെയിൽ വന്നു, ജെബിനെ നീ അതിൽ പാസ്സായിട്ടുണ്ട്, നിനക്ക് നവംബർ 1 ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ FSJ എടുത്ത് ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് 1100 euro ആയിരുന്നു എനിക്ക് സ്റ്റൈഫൻഡ് പറഞ്ഞേക്കുന്നത്. എനിക്കിത് മാറ്റി തന്നു. ഇപ്പോൾ എനിക്ക് 1475 യൂറോൻ്റെ അടുത്ത് സ്റ്റൈഫൻഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് വളരെ നല്ലത് തന്നെ മാതാവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് പിന്നെയുള്ള പ്രശ്നം വന്നത് VFSന് ഡേറ്റ് എടുക്കലായിരുന്നു.
ഇപ്പോൾ വിസയ്ക്ക് ഡേറ്റ് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നവംബർ 1 ക്ലാസ്സും തുടങ്ങും. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ഒക്ടോബർ 2nd വീക്കോട് കൂടിയേ ഡേറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അതും മാതാവിൻ്റെ കൊന്തമാസത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഒക്ടോബർ 1 തന്നെ ഡേറ്റ് തന്നു. ഞാൻ VFS കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തു. എനിക്ക് ഇന്നലെ എൻ്റെ വിസ വന്നു. എനിക്ക് മെയിൽ വന്നത് ഒരു ശനിയാഴ്ചയാണ്, മാതാവിൻ്റെ ദിവസമാണ്. എനിക്ക് വിസ വന്നതും ഇന്നലെ ശനിയാഴ്ചയാണ്, ഒരു മാതാവിൻ്റെ ദിവസമാണ്. ഈ വിസ അടിച്ചേക്കുന്നത് പാസ്പോർട്ടിലെ 7ാമത്തെ പേജിലാണ്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം വരുന്നത്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് UTI വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ അത് പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷനാണ്, അത് ചിലപ്പോൾ എന്തെങ്കിലും ചെറുപ്പകാലത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് വന്നതായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ റൺ ചെയ്തു. അങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലഡിൽ HbA1c കൂടുതലാണ്, ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, നീ ഒരു ഫിസിഷ്യനെ കാണിച്ചോ, എന്നിട്ട് അതിനുള്ള മരുന്ന് എഴുതി മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ എനിക്കിനി ഷുഗറിൻ്റെ മരുന്ന് കഴിച്ച് നടക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കൃപാസനത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉപ്പിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. ഞാൻ വേറൊരു മരുന്നും അതിനു വേണ്ടി എടുത്തിട്ടില്ല, ഞാൻ ഒരു ഡോക്ടറെയും പോയി കണ്ടിട്ടില്ല. ഞാനത് കഴിഞ്ഞു, ഞാനൊരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലാബിൽ പോയി വെറുതെ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. എനിക്ക് എൻ്റെ ഷുഗർ മൊത്തം കംപ്ലീറ്റ്ലി നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. പിന്നെ ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് വേറൊരു ലാബിൽ പിന്നെയും പോയി ടെസ്റ്റ് ചെയ്തു, അതും നോർമലായിരുന്നു. ഇങ്ങനെ 2 അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് നിതിൻ. ഞാൻ ജൂലൈ 12-ാം തീയതിയാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഉടമ്പടി മാതാവ് ഏറ്റെടുത്തു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടയാളം തരണേന്ന്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവിനെ ഇവിടെ എത്തിച്ചാണെന്നുള്ള കാര്യം മനസ്സിലായി. അതിൽ ഞാൻ ആദ്യമായിട്ട് നിയോഗം എഴുതിയിട്ടത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനും അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള പ്രാപ്തി എനിക്ക് നൽകണമെന്നുമായിരുന്നു. അതെനിക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് എനിക്ക് വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ ഒരു ഗൈഡ് ചെയ്യുന്നത് എൻ്റെ മനസ്സിലുണ്ടെന്ന എന്തൊരു ശക്തിയാണ്. ആ ശക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്, നീ ഇതിലേക്ക് പോകും, ഇങ്ങനെ പോകും, അങ്ങനെ പോകുമെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ വന്നു എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ 2ാമത്തെ നിയോഗമായിട്ട് എഴുതിയെടുത്തത് ഞാൻ അഡ്മിഷന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂരിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ വന്ന സമയത്ത് എനിക്ക് അലോട്ട്മെൻ്റ് ഒന്നും എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ പുറത്ത് ഫുള്ള് ഏകദേശം ഫില്ലാവുകയും ചെയ്തു. അപ്പോൾ ആകെപ്പാടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഇവിടെ ഉടമ്പടി എടുത്തത് ജൂലൈ 12-ാം തീയതിയാണ്. സെപ്റ്റംബർ 12-ാം തീയതി ആയപ്പോഴേക്കും എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു, എനിക്ക് ജൂബിലി മിഷൻ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. പിന്നെ എൻ്റെ ഒരു വിഷമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിനിപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് എവിടെ കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് ഈശോയും മാതാവുമാണ് പ്രധാനം. അപ്പോൾ ആ രീതിയിലുള്ള എനിക്ക് ഉടമ്പടിയൊക്കെ പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു അനാഥ മന്ദിരമാണ്. അപ്പോൾ എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ വേണ്ടി എവിടേക്കും പോകേണ്ട കാര്യമില്ല. പിന്നെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. പിന്നെ ഞാൻ പഠിക്കണ കോളേജിൽ തന്നെയാണെങ്കിൽ എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചയും കുർബാനയും കുമ്പസാരവും ഉണ്ട്. അപ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും അതോടെ ചെയ്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ആഗ്രഹിച്ച പോലെ ഉടമ്പടി പൂർണ്ണമായിട്ട് പൂർത്തിയാക്കാനും പറ്റി. പിന്നെ 3ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ജർമ്മനി പോക്കിൽ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ നിയോഗം വെക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഏത് ഡേറ്റ് വെക്കണമെന്ന് കറക്റ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഓഗസ്റ്റ് 18 എഴുതുമെന്ന്. ഓഗസ്റ്റ് 18 ഞാൻ എഴുതി. സംഭവം ഞാൻ ആ ഡേറ്റിനെക്കുറിച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഓഗസ്റ്റ് 18-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അതുവരെ ഇൻ്റർവ്യൂസ് പാസ്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ പാസ്സായി, കോൺടാക്ട് ലെറ്റർ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെച്ച ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് തന്നെ എനിക്ക് നടന്നു എന്ന്. അമ്മ മാതാവിനും തിരുക്കാമനും 1000 നന്ദി പറയും. ഞാനിതിൽ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു, ലിഞ്ചു എന്ന പേര്. ഞങ്ങൾ 2 പേരും കൂടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവർക്ക് വൈകുന്നേരത്തെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ വിശന്ന് വന്നിരിക്കുന്ന ഒരാളെ ഞാൻ അങ്ങനെ വിട്ടിട്ടില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ചാരിറ്റികളും ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോണിലോ അങ്ങനെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം വേണമെന്ന് പറഞ്ഞാൽ എൻ്റെ സാലറിയിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സംഖ്യ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുമായിരുന്നു. ആ പത്രം ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെയുള്ള ക്രൈസ്തവർക്കും എല്ലാവർക്കും ഞങ്ങൾ പോയി കൃപാസനത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാതാവിൻ്റെ ഇവിടുത്തെ പ്രത്യക്ഷപ്പെട്ടതും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റി. ഇത് രണ്ടുമാണ് ഞാൻ കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലൈജുലാൽ. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു.
ഞാൻ 2018 ഇവിടെ നിന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ അമ്മ വഴി എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത 2023 ആയപ്പോഴേക്കും പരിശുദ്ധ അമ്മ 23 ലാസ്റ്റിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ആലുവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിൻ വെച്ച് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സഹായമില്ലാതെ ഞാനിങ്ങനെ നടക്കുന്നത് പോലെ എനിക്കിപ്പോഴും തോന്നും. അപ്പോൾ ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് കാശുരൂപം കിട്ടുമെന്ന് ചോദിച്ചു ഇവിടെ വന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കാശുരൂപത്തിൻ്റെ ചെറിയൊരു കഷ്ണമെങ്കിലും ഉണ്ടെങ്കിൽ കാശുരൂപം തരാം, അല്ലാതെ നിങ്ങൾക്ക് കാശുരൂപം തരാൻ പറ്റില്ല, പുതിയ ഉടമ്പടി എടുത്താലേ നിങ്ങൾക്ക് ഇനി കാശുരൂപം കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് 2024 മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ദിവസം ഡിസംബർ 7 വന്നു. ഞാൻ എൻ്റെ ഉടമ്പടി പുതിയതായിട്ട് എടുത്തു, കാശുരൂപം കിട്ടാൻ വേണ്ടി മാത്രം പുതിയതായിട്ട് എടുത്ത്. അപ്പോഴേക്കും എനിക്ക് സാമ്പത്തികമായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പം 10 വർഷത്തിന് മുമ്പ് ഒരു വിസ തട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രമാണം ബോണ്ട് വെക്കേണ്ടി വന്നു. ഞങ്ങൾക്കൊരു ഏജൻസി വഴി ഞങ്ങളുടെ പൈസ വേറെ 2-3 പേർക്കുള്ള പൈസ ഞങ്ങൾക്ക് വിസ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങളുടെ 2-3 പേരെ ഞങ്ങൾ പൈസ ഏൽപ്പിച്ചു. ആ പൈസ ഞങ്ങൾ വേറൊരാൾക്ക് കൊടുത്തു. ആ വിസ ശരിയായ സമയത്ത് ടിക്കറ്റ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ദിവസം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ഫോൺ എടുക്കാതെയായി. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ വിസ തട്ടിക്കലിൽ പെട്ടു ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ച് തന്ന ആൾ ഞങ്ങളുടെ പൈസ കയ്യിൽ തരുമ്പോഴേക്കും ഞങ്ങളോട് പറഞ്ഞ്, ഞങ്ങളുടെ ലാസ്റ്റ് മാർഗ്ഗമാണിത്, ഇനി ഞങ്ങൾക്കൊരു മാർഗ്ഗം ഇല്ലാതാണ് ഇത് തരുന്നതിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്നും പറഞ്ഞാണ് ഞങ്ങളെ വിശ്വസിച്ച് തന്നത്. ഞങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പ്രമാണം കൊണ്ട് ഞങ്ങൾ ബാങ്കിൽ വെച്ചിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്ന പൈസ ഞങ്ങൾ അവർക്ക് തിരിച്ചു കൊടുത്തു. ഞങ്ങൾ ഒരു ബന്ധു ഒഴികെ ബാക്കി എല്ലാവർക്കും ഞങ്ങൾ പൈസ തിരിച്ചു കൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. 2 പ്രാവശ്യം മാത്രമേ ഞങ്ങൾക്ക് ആ ബാങ്കിൽ വെച്ച് പൈസയുടെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് പറ്റിയിട്ടില്ല. ഒരു 10 വർഷമായിട്ട് ഞങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലാതിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2024 വന്ന് ലോൺ പുതുക്കിയതിന് ശേഷം, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാങ്കിൽ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 13 ലക്ഷത്തിന് മുകളിൽ ബാങ്കിൽ ബാധ്യതയുണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ വന്ന് 3.5 ലക്ഷം രൂപ അടച്ചാൽ നിങ്ങളുടെ പ്രമാണം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്താ മാതാവ് ഒരു മാർഗം. പക്ഷെ അവർ ഡേറ്റ് കഴിഞ്ഞപ്പോൾ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ വസ്തുവിനകത്ത് ബോർഡ് വെച്ചിട്ട് പോയി, ഈ വസ്തു ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ആകെ വീട്ടിലും അച്ഛനും അമ്മമാർക്കും ഒക്കെ ഒത്തിരി സങ്കടമായി. ഈ ബോർഡ് കണ്ട് നാട്ടുകാരെല്ലാവരും ഇങ്ങനെ ബോർഡ് നോക്കിയിട്ട് ഞങ്ങളെ വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ അവരെ കളിയാക്കുന്ന രീതിയിൽ നോക്കിയിട്ടൊക്കെ പോയി. അവർക്ക് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞങ്ങൾ വിഷമത്തിൽ അമ്മയോടൊക്കെ പറഞ്ഞ്, സാരമില്ല പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞങ്ങൾ പറയുന്നെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പനും അമ്മമാരെയും കൂട്ടി ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകും, അവരുടെ കുടുംബ സ്വത്താണ്, അപ്പോൾ എന്തോ ചെയ്യും, ഞങ്ങൾ വിഷമിച്ച്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മാർഗവും, ഒരു 1000 രൂപയുടെ മാർഗം പോലും ഇല്ല ബാങ്കിൽ അടയ്ക്കാനായിട്ട്. അപ്പം എൻ്റെ മൂത്തയാളെ വിളിച്ച് പറഞ്ഞ്, അവൻ വഴി അമ്മ ബാങ്കിൽ പൈസ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ മുൻകൈ എടുത്ത് പൈസ 3.5 ലക്ഷം അതെങ്ങനെ ഒപ്പിച്ചെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവൻ്റെ ബാങ്കിൻ്റെ പൈസ എടുത്ത് ആ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ പൈസ അടച്ച് ആ പ്രമാണം തിരിച്ചെടുത്തു. അത് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി മാത്രമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് ഞങ്ങൾ ഒരു 25,000 രൂപ കടമായിട്ട് വാങ്ങിച്ച് കൊടുക്കാനുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ്. പക്ഷേ 1 മാസം പറഞ്ഞാണ് ഞങ്ങൾ പൈസ വാങ്ങുന്നത്. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ പൈസ വാങ്ങിക്കാൻ തിരിച്ചു വരാൻ തുടങ്ങി. ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നു കൊടുക്കാനായിട്ട്. അപ്പം ചേട്ടനാണെങ്കിൽ അയാളെ ഫേസ് ചെയ്യാൻ വയ്യ, അടുത്ത സുഹൃത്താണ്, ഒന്നും സംസാരിക്കാൻ വയ്യ, ഇയാൾ ഭയങ്കര ദേഷ്യത്തിലാണ് വന്ന് സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ പുള്ളി എൻ്റെ കുടുംബത്തിൻ്റെ അമ്മാച്ചൻ്റെ വീട്ടിൽ എനിക്ക് അയാളോട് സംസാരിക്കാൻ വയ്യടി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ഞാൻ ഒറ്റയ്ക്കായി, വീട്ടിൽ ആരുമില്ല. വീട്ടിൽ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് സങ്കടപ്പെട്ട് കരഞ്ഞ് കിടക്കണത്. ഡോറെല്ലാം അടച്ചിട്ട് പുള്ളി എപ്പോൾ വരും എന്നൊരു വിഷമിച്ചിങ്ങനെ എനിക്ക് 1 പ്രാവശ്യം വന്നിട്ട് പോയി, വീട്ടിൽ വന്നിട്ട് പോയി. ഇപ്പോഴും ഞാൻ വീടിനകത്തുണ്ട്, ഞാൻ കഥവ് തുറന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് ഇങ്ങനെ, മാതാവ് എന്താ എന്നോട് ഇങ്ങനെ കാണിക്കണം, ഞാൻ ആരും ഒരു ദ്രോഹവും ചെയ്തിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരണേ മാതാവ് എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കരഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ ഒരു സ്ത്രീ സ്വരം ലൈജു എന്ന് വിളിച്ച്, ഞാൻ ദൂരം നല്ല മധുരമായ ഒരു സ്വരത്തിൽ ഇങ്ങനെ എൻ്റെ പേര് വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് ചാടിയിട്ട്
എന്നിട്ട് മാതാവ് എന്നെ വേറെ ആരും ഇവിടെ ഇല്ല, എന്നെ മാതാവ് ഒന്ന് വിളിച്ചല്ലോ, എന്നിട്ടും എനിക്ക് പൈസ വെക്കുന്നില്ലല്ലോ മാതാവേ എന്നിങ്ങനെ മാതാവിനോട്, മാതാവേ നീ എന്നെ വിളിച്ചുള്ള പേര്, പക്ഷെ എൻ്റെ പൈസ എനിക്ക് കൊടുക്കാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞപ്പം എൻ്റെ മോൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു, അമ്മ കൊടുക്കാനുള്ള പൈസ ആയിട്ടുണ്ട്, അമ്മ വിഷമിക്കേണ്ട, ഇപ്പം തന്നെ ഞാൻ അക്കൗണ്ടിൽ പൈസ ഇട്ട് തരാമെന്ന്. അതെൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ സാധിച്ചെന്ന വലിയ അനുഗ്രഹമാണ്. അതുവഴി എനിക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നിരവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി പ്രസിദ്ധ കാലത്തെല്ലാം മാതാവ് എന്നെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ഹരിതകർമ്മസേനയുടെ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു വാർഡിൽ മൊത്തം ഞാൻ പോകും. അപ്പോഴും പോകുന്ന വഴിയിലെല്ലാം ചിലരെന്നെ കളിയാക്കുമെങ്കിലും ചിലർ വാങ്ങിച്ചിട്ട് വേണ്ടാന്നൊക്കെ പറയുമെങ്കിലും ഞാൻ എൻ്റെ പത്രം കൊണ്ടുവന്ന് അവിടെ എല്ലാ വീടുകളിലും, ഹിന്ദുക്കളുടെ വീടുകളിലും ക്രിസ്ത്യാനികളുടെ വീടുകളിലും എല്ലാ വീടുകളിലും ഞാൻ കൊടുക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ഞാൻ ഈ യൂട്യൂബ് വഴി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ രോഗികളായിട്ടുള്ളവർക്ക് ഇങ്ങനെ പൈസ അയച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എന്നാൽ ഒക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് അത് അയച്ചു കൊടുക്കും. ആരെങ്കിലും വിളിച്ച് സഹായം ചോദിക്കുകയാണെങ്കിൽ എന്നെ കഴിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും പ്രാർത്ഥനയിലൂടെ രാവിലെ എഴുന്നേറ്റ് ഒരിക്കലും ഞാൻ പ്രാർത്ഥന ഉടമ്പടിയിലായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞാൻ എല്ലാ അച്ഛൻ്റെ ടോക്കുകളും എല്ലാം സാക്ഷ്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി കേൾക്കും, അതിനനുസരിച്ച് ജീവിക്കും. എൻ്റെ മാതാവ് തന്ന എല്ലാ തിരുക്കുമാർ വഴി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.